ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മുട്ട ബജ്ജിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല തട്ടുകട സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ മുട്ട ബജ്ജി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള മുട്ട ബജ്ജിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിത് ഇവിടെ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് കടലമാവ് എടുത്തിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമുക്കിതാ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മുളക് പൊടിയാണ് ഉണ്ടാവുള്ളവർക്ക് അത് ഇടാട്ടോ. കഴിഞ്ഞാൽ കുറച്ച് കളറൊക്കെ കിട്ടും നമ്മുടെ ബജ്ജിക്ക്. അടുത്തതായി ഇതുപോലത്തെ ഒരു ടീസ്പൂണിൽ ഒരു 4 ടീസ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മുടെ ഒരു എല്ലാ ഇതിലേക്കും വേണ്ട ആവശ്യമായ ഒരു ഘടകമാണ് ഈ കായം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ ഇത് എന്തായാലും ഇതിലേക്ക് ഒഴിക്കണം. ഇതൊരു സീക്രട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മാവ് വേണ്ടത്. ഇതിനായി ഞാനിവിടെ ഒരു 5 മുട്ട മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുമായിട്ടാണ് നമ്മൾ മുട്ട ബജ്ജി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. അതുപോലെ വേണം നമ്മുടെ മാവ്. അപ്പോൾ നമ്മുടെ എണ്ണ അവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മളെല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടുന്നതൊന്ന് വേവട്ടെ കേട്ടോ. ഇതായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ബജ്ജി ഇത് അവിടെ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് അമ്മമ്മ ഇത് എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടാൻ നോക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുട്ട ബജ്ജി ഇത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം മുട്ട ബജ്ജി എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ചെയ്യുമല്ലോ. ബൈ.